ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ടാറ്റൻ്റെ മാർക്ക് പോളോ. അപ്പോൾ അത് 24 സീറ്റർ ഉണ്ട്, അതേപോലെ 34 സീറ്റർ ഉണ്ട്. 40 സീറ്റർ സെഗ്മെന്റിൽ വരാവുന്ന വണ്ടികൾ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സെയിൽസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് എടുക്കുന്നവരോടാണ്. അപ്പോൾ ഈ എടുക്കുന്നവർ നമ്മുടെ ഈ വീഡിയോ ഫുള്ളൊന്ന് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ ഫുള്ളൊന്ന് കാണുക. അപ്പം ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്താണ് അതിന്റെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ടാറ്റയുടെ മാർക്ക് പോളോ 40 സീറ്റ് ഫിക്സ് ക്ലാസ് AC വണ്ടിയാണ് ഈ കിടക്കുന്നത്. 36,000 കിലോമീറ്റർ ആയിട്ടില്ല, ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഓട്ടം പോയി കഴിഞ്ഞ് വന്നപ്പോൾ വെളുപ്പിന് 1 മണി സമയത്ത് റൈറ്റ് സൈഡ് വീലിന്റെ ബെയറിംഗ് ഉരുകി പിടിച്ച് അപ്പോൾ ഊരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് കിടക്കുന്നത്. വെളുപ്പിന് 1 മണിക്ക് തന്നെ ഷോറൂമിലേക്ക് ഈ സംഭവം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറയേണ്ട ഡയലോഗാണ്, ഈ സമയത്തല്ല വിളിക്കേണ്ട, സമയം നോക്കി വിളിക്കണം. അതാണ് ടാറ്റയുടെ ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കേട്ടല്ലോ, ഒരു കംപ്ലൈന്റ് കാര്യങ്ങളായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോൾ വിളിക്കേണ്ട സമയം ഇതാണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കംപ്ലൈന്റ് ഉള്ള സമയത്തല്ല നമുക്ക് വിളിക്കേണ്ടത്. ഫസ്റ്റ് സർവീസ് പോലും കഴിയാത്ത വണ്ടിക്ക് കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നപ്പോൾ അത് സർവീസ് സെന്ററിനെ വിളിച്ചറിയിച്ചപ്പോൾ ഈ സമയത്താണോ വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കംപ്ലൈന്റ് വരുന്ന സമയത്തല്ല, വേറെ ഏത് സമയത്താണ് നമ്മൾ വിളിക്കുക? നമ്മൾ നേരെ ഇതിനു മുമ്പ് നമ്മൾ ടാറ്റന്റെ സർവീസ് സെന്ററിന് കുറെ ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാറിന്റെ കാര്യങ്ങളെ കാർ സെഗ്മെന്റിലായിരുന്നു കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് നമ്മുടെ ടൂറിസ്റ്റ് വെഹിക്കിൾസ് അതേപോലെ ഹെവി വെഹിക്കിൾ സെഗ്മെന്റിലേക്കും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി കൂടെ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. കിലോമീറ്റർ കാര്യങ്ങൾ കാണിച്ചു തരാം. 36,000 കിലോമീറ്റർ ആയിട്ടില്ല, 9 മാസം പോലും ആയിട്ടില്ല വണ്ടി എടുക്കുന്നത്. ചേർന്ന് കാണിച്ചു കിലോമീറ്റർ മേളിൽ കാണാം. 35,597 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയേക്കുന്നത്. 40,000 കിലോമീറ്ററിലാണ് നമുക്ക് ഫസ്റ്റ് സർവീസ് പറഞ്ഞേക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ കാണിക്കുന്നത്. അതിനിടയ്ക്ക് മീറ്ററിൽ നോക്കി കണ്ടാൽ അറിയാം HSA എന്നും പറഞ്ഞൊരു വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അത് ഇന്നലെ ഞങ്ങൾ ഷോറൂമിൽ കാണിച്ചിട്ട് അവിടെ വെച്ച് റെഡി ആക്കിയതാണ്. ഒരു 300 കിലോമീറ്റർ പോലും ഓടിയില്ല, വീണ്ടും ആ സാധനം കത്തി കിടക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ടയറിൻ്റെ അവസ്ഥ. ഇതെല്ലാം ഊരി വെച്ചു. വർക്ക്ഷോപ്പിൽ നിന്ന് കൂടി ഒരാളാണ് വന്ന് നോക്കിയിട്ട് ആൾ പോവുകയും ചെയ്തു. ഇതിപ്പോൾ ഈ സാധനം മൊത്തം ഉരുക്കി പിടിച്ചിരിക്കുക. വീസ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല, മൊത്തം ഉരുക്കി പിടിച്ച് തവിട് ഒടിയായിട്ടിരിക്കുക. ഇതിപ്പോൾ ഊരാൻ പറ്റാണ്ട് ഇനി ലൈറ്റ് കൊടുത്തായിരിക്കണം എന്നാണ് പറയുന്നത്. പാർട്ടി കാര്യങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. നമ്മുടെ അടുത്ത് നല്ല പൈസ പോണ ഇടപാടാണിത്. 9 മാസമായിട്ടുള്ളൂ, 35,000 കിലോമീറ്റർ വണ്ടി ആയിട്ടുള്ളൂ. ഇതാണ് ടാറ്റയുടെ ഒരു അവസ്ഥ. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, നിങ്ങൾ ടാറ്റ മാർക്ക് പോളോന്റെ എടുത്ത ഒരാളുടെ അവസ്ഥ എന്താന്ന്. ട്രിപ്പ് പോയി ഹൈദരാബാദ് തെലങ്കാന ആയപ്പോൾ അവിടെ വെച്ച് കിട്ടിയ പണിയാണ് പുള്ളിക്ക്. പുള്ളി ഇത് നേരെ അവിടുത്തെ സർവീസ് സെന്ററിൽ വിളിച്ചറിയിച്ചപ്പോൾ അവർ ചോദിച്ച സമയത്ത് ഈ സമയത്താണോ വിളിക്കുന്നതെന്ന്. ഫസ്റ്റ് സർവീസ് പോലും കഴിയാത്ത വണ്ടി കംപ്ലൈന്റ് ആയത് സർവീസ് സെന്ററിനെ അറിയിച്ചപ്പോൾ ചോദിക്കുന്നതാണ്, ഈ സമയത്താണോ വിളിക്കുന്നതെന്ന്. എങ്ങനെ ഇരിക്കുന്നു കഴിച്ചത്? കംപ്ലൈന്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സർവീസ് സെന്ററിനെ വെറുതെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ സർവീസ് സെന്ററിൽ വിളിക്കുള്ളൂ. അപ്പോൾ പറയുന്നതാണ് ഈ സമയത്താണോ വിളിക്കുന്നതെന്ന്. എന്തായാലും ഈ വണ്ടി എടുക്കാൻ പോകുന്നവർ എല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുക. വണ്ടിയെക്കുറിച്ച് ഫുള്ള് അന്വേഷിച്ചിട്ട് മാത്രം എടുക്കാൻ നിൽക്കുക. അപ്പോൾ പുള്ളിയുടെ ബാക്കിയുള്ള പ്രതികരണം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ഇന്നലെ ഒരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാറ്റയുടെ മാർക്ക് പോളോ 40 സീറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ്. ഇതിപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമായിട്ടും ഒരു തീരുമാനമോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർ ഇതുവരെ എത്തിയിട്ടില്ല, സ്പെയർ വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടീൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി ഹൈദരാബാദിൽ നിന്ന് കൊച്ചിക്കുള്ള കല്ലടയുടെ നൈറ്റ് സർവീസ് വണ്ടിയിൽ കയറ്റി വിട്ടു. അതിൻ്റെ പൈസ നമ്മൾ കൊടുത്ത് അവരെ കയറ്റി വിട്ടു. ഇപ്പോൾ ഇന്ന് ഈ നേരമായിട്ടും ഒരു തീരുമാനമോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർക്ക് മോട്ടോഴ്സിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴാണേലും അവർ വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയണത്. ഇത് നമ്മൾ ഇത്ര ആളെ വെച്ചിട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഇത് 1ാമത് ഫിക്സ് ക്ലാസ് ആയതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ വണ്ടിക്കകത്താണെങ്കിലും ഇരിക്കാൻ പറ്റില്ല. വെളിയിലാണെങ്കിലും തെലുങ്കാനയാണ്, ചൂട് കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. ഇങ്ങനെ വഴിക്കൊക്കെ കിടക്കാനായിട്ട് നമ്മൾ എന്തിനാണ് ഈ സാധനം ഇങ്ങനെ മേടിച്ചിരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇത് ഷോറൂമാർ ഈ സാധനം ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ തീർന്നു. ഇനിയിപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് വിറ്റ് തീർക്കാനുള്ള പരിപാടിയിലാണ് അവർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി ഭ്രാന്തുള്ളതിൻ്റെ പേരിൽ നിലവിൽ നമുക്കിതിനിപ്പോൾ കൈക്കാശൊന്നും കൊടുക്കണ്ട. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമുക്ക് ഫിനാൻസിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ചാടിപ്പോയി എടുക്കുന്നത്. നമുക്ക് തന്നെ ഇത് കിട്ടുന്നത് ഇപ്പോൾ 3ാമത്തെ പണിയാണ്. ആദ്യം AC കംപ്രസർ അടിച്ചു പോയായിരുന്നു. അത് 4 ദിവസം ഷോറൂമിൽ കിടന്നു, 4 ദിവസം ഓട്ടം പോയി. നമ്മളിത് 80,000 അടുത്ത് നമുക്ക് 1 മാസം CC അടവ് വരുന്നുണ്ട്. ഇത് നമ്മളിത് ഓടാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തടയ്ക്കാൻ പറ്റണ കാര്യമല്ല. 4 ദിവസം AC കംപ്രസർ പോയിട്ട് ഷോറൂമിൽ കിടന്നു.
പിന്നെ വയറിംഗ് കിറ്റ് പോയിട്ട് 2 ദിവസം പോയി. ഇപ്പോൾ ഞങ്ങൾ ഈ വന്ന ട്രിപ്പിൽ തന്നെയാണെങ്കിലും വയറിംഗ് കിറ്റ് അടിച്ച് പോയി, ഫ്യൂസ് പടപടയെന്നും പറഞ്ഞ് അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അത് നമ്മൾ ലോക്കൽ അവിടെ ഒരു ആളെ കാണിച്ചാണ് ഇത് സംഭവം കണ്ടുപിടിച്ചത്. ഇതിൻ്റെ മേക്കിംഗ് തന്നെ വളരെ മോശമാണ്. ടാറ്റയുടെ മേക്കിംഗ് തന്നെ വളരെ മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ് കാര്യങ്ങളെല്ലാം ചുമ്മാ വെളിയിൽ കൂടെ പോയേക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു കൊച്ചു പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടി പോകുന്ന രീതിയിലാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും ഈ വണ്ടീനെ കുറിച്ച് ശരിക്കൊന്ന് ആലോചിച്ചിട്ട് എടുക്കണം എന്നാണ് പറയാനുള്ളൂ. നല്ല രീതിക്ക് പണി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒന്നാമത്തെ പണിയോ രണ്ടാമത്തെ പണിയോ അല്ല, 3ാമത്തെ തവണയാണ് നമുക്കിങ്ങനെ പണി കിട്ടണത്. ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ എല്ലാം ഓപ്പണായിട്ട് വെളിയിൽ കൂടെ പോയേക്കണത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വയറിങ് ഷോർട്ടായി കഴിഞ്ഞാൽ സെൻസർ കൊണ്ട് അതിൻ്റെ പേരിൽ മൊത്തത്തിൽ അടിച്ചു പോകണ അവസ്ഥയാണ്. ഇതിങ്ങനെയാണ് വയറിങ് കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. എല്ലാം ഓപ്പണായിട്ടാണ്, ഒന്നും ക്ലോസ് ചെയ്തല്ല സംഭവം വന്നിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ വയർ ഇതുപോലെ ഓപ്പണായിട്ട് സീറ്റിൻ്റെ ഇടയിൽ കൂടെ ചാടിക്കിടക്കുവാണ്. അപ്പം എല്ലാവരും മാർക്കപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കണം. അവരുടെ സർവീസ് നമ്മൾ വണ്ടി എടുക്കാൻ അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമല്ല. നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിക്കുള്ള ആണ് നമ്മളെ ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മളവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന രീതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ അടുത്ത് ഒരു സഹകരണമില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ടാറ്റ ഇത്തിരി വിഷയമാണ് വണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ പുള്ളി പല കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ടാറ്റയെ കുറിച്ചുള്ള കാര്യങ്ങളും പുള്ളിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ട്രിപ്പിൽ ആൾക്കാരുമായിട്ട് പോയി പകുതി ഒഴിച്ച ആൾക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വരെ പുള്ളി പറയുന്നുണ്ട്. അതേപോലെ ഷോറൂമുകാർ കാണിച്ച അവരുടെ കുറച്ച് അനുഭവം കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എടുക്കാനുള്ളവരോടാണ് പറയുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ട് മാത്രം എടുക്കാൻ നിൽക്കുക. അതേപോലെ ടാറ്റ മാർക്കപ്പോളേക്ക് വരുന്ന മറ്റ് കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇഞ്ചക്ടറിന്റെ കംപ്ലൈന്റ്, അതേപോലെ ചിലർക്കൊക്കെ ഇപ്പോൾ എഞ്ചിൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ഇത് നോക്കിയും കണ്ടൊക്കെ എടുക്കുക. കാരണം വണ്ടി നമുക്ക് എടുത്തിട്ട് നമ്മളിത് ഓടി ഫിനാൻസ് എടുക്കുന്നവരാണെങ്കിൽ ഇത് ഓടി അടയ്ക്കാൻ കഴിയണം, ആ രൂപത്തിലായിരിക്കണം. അല്ലെങ്കിൽ ഈ വണ്ടി ഇതേപോലെ ഫുൾ ടൈം പണി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ സെഗ്മെന്റിൽ വേറെ വണ്ടികളുണ്ട്. എല്ലാവരും എല്ലാ വണ്ടിയെക്കുറിച്ചും പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.